കമ്പ്യൂട്ടറുകളെ കുറിച്ച് അറിയുന്നതിനുള്ള സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ അതുപോലെ അവ ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടറുകൾ ഉണ്ട്. ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും. ഇക്കാലത്ത് ടാബ്ലെറ്റ് പിസിഎസ് അല്ലെങ്കിൽ ടാബ്സും പ്രചാരത്തിലുണ്ട്. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തികൾ. ഒരു കമ്പ്യൂട്ടറിന് പ്രധാനമായും 5 പ്രവർത്തികളാണ് ഉള്ളത്. ഇത് ഇൻപുട്ട് വഴി ഡേറ്റ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു. യൂസറിന്റെ ആവശ്യാനുസരണം ഡേറ്റ പ്രോസസ് ചെയ്യുന്നു. ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ഔട്ട്പുട്ടിന്റെ രൂപത്തിൽ ഫലങ്ങൾ തരുന്നു. കമ്പ്യൂട്ടറിനുള്ളിലെ എല്ലാ ഓപ്പറേഷനുകളും നിയന്ത്രിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടന ഈ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിക്കുന്നു. ഇൻപുട്ട് യൂണിറ്റ്, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഡേറ്റയും പ്രോഗ്രാംസും എൻറർ ചെയ്യുന്നതിന് ഇൻപുട്ട് യൂണിറ്റ് സഹായിക്കുന്നു. ചില ഇൻപുട്ട് ഡിവൈസസ്: കീബോർഡ്, മൌസ്, ക്യാമറ, സ്കാനർ. സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ഗണിതകവും യുക്തിപരവുമായ ഓപ്പറേഷനുകൾ നടത്തുകയും ഡേറ്റയും നിർദ്ദേശങ്ങളും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. സാധാരണയായി ഒരു സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ സിപിയു ഇതുപോലെയിരിക്കും. ഈ യൂണിറ്റിന്റെ മുൻവശത്തും പുറകിലും ധാരാളം പോർട്ടുകൾ ഉണ്ട്. അവയെക്കുറിച്ച് കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ഇത് ഡേറ്റയും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അവ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ തരുന്നു. ഒരു പ്രവർത്തനം നടത്തുന്നതിനെ പ്രോസസിംഗ് എന്ന് പറയുന്നു. സ്റ്റോറേജ് യൂണിറ്റിൽ ഡേറ്റയോടും നിർദ്ദേശങ്ങളോടും ഒപ്പം ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു. ഡേറ്റയിൽ നിന്നും റിസൾട്ടും കാണാൻ സഹായിക്കുന്ന യൂണിറ്റിനെ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നു. ചില ഔട്ട്പുട്ട് ഡിവൈസസ്: മോണിറ്റർ, പ്രിന്റർ. സാധാരണയായി ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന് 4 ഭാഗങ്ങളുണ്ട്: മോണിറ്റർ, സിപിയു, കീബോർഡ്, മൌസ്. ക്യാമറ, പ്രിന്റർ, സ്കാനർ എന്നിവയും ഒരു കമ്പ്യൂട്ടറുമായി ഘടിപ്പിക്കാം. ഇതാണ് മോണിറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഇത് ഒരു ടിവി സ്ക്രീൻ പോലെയാണ്. ഇതാണ് ഒരു കമ്പ്യൂട്ടറിന്റെ ദൃശ്യങ്ങൾ സാധ്യമാക്കുന്ന യൂണിറ്റ്. ഇത് കമ്പ്യൂട്ടറിന്റെ യൂസർ ഇന്റർഫേസ് കാണിക്കുന്നു. കീബോർഡും മൌസും ഉപയോഗിച്ച് ഒരാൾക്ക് വിവിധ പ്രോഗ്രാമുകൾ ഓപ്പൺ ചെയ്യുവാനും കമ്പ്യൂട്ടറുമായി സമ്പർക്കം പുലർത്തുവാനും കഴിയുന്നു. ഒരു കമ്പ്യൂട്ടറിലേക്ക് ടെക്സ്റ്റ്, ക്യാരക്ടർസ്, കമാൻഡ്സ് എന്നിവ എൻറർ ചെയ്യുന്നത് കീബോർഡിലൂടെയാണ്. ഇതാണ് കമ്പ്യൂട്ടർ മൌസ്. സാധാരണയായി ഇതിന് 2 ക്ലിക്കബിൾ ബട്ടണുകളും അതിനിടയിൽ ഒരു സ്ക്രോൾ ബട്ടണും ഉണ്ടായിരിക്കും. പല പ്രവർത്തികൾക്കും മൌസിന്റെ ഇടത്തേ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്. മൌസിന്റെ വലത്തേ ബട്ടൺ ഷോർട്ട്കട്സ് പോലുള്ള അത്ര സാധാരണമല്ലാത്ത പ്രവർത്തികൾക്കാണ് ഉപയോഗിക്കുന്നത്. മുകളിലേക്കോ താഴേക്കോ സ്ക്രോൾ ചെയ്യുന്നതിന് സ്ക്രോൾ ബട്ടൺ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറുമായി സമ്പർക്കം പുലർത്തുന്നതിന് കീബോർഡ് കൂടാതെയുള്ള മാർഗമാണ് കമ്പ്യൂട്ടർ മൌസ്. ഇപ്പോൾ CPUവിന്റെ വിവിധ ഭാഗങ്ങൾ കാണാം. CPUവിന് മുന്നിൽ വ്യക്തമായി കാണപ്പെടുന്ന ബട്ടൺ ആണ് പവർ ഓൺ സ്വിച്ച്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യാനായി ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യണം. ഇവിടെ ഒരു റീസെറ്റ് ബട്ടണും ഉണ്ട്. ആവശ്യമെങ്കിൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ മുൻവശത്ത് 2ഓ അതിലധികമോ USB portsഉം ഒരു DVD/CD-ROM റീഡർ റൈറ്ററും കാണാം. കമ്പ്യൂട്ടറിൽ പെൻ ഡ്രൈവ്സ് കണക്ട് ചെയ്യുന്നതിന് USB പോർട്ട്സ് ഉപയോഗിക്കുന്നു. ഒരു DVD അല്ലെങ്കിൽ CD റൈറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിന് DVD/CD-ROM റീഡർ റൈറ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ പുറകുവശം നോക്കാം. കമ്പ്യൂട്ടറിന്റെ മറ്റ് ഉപകരണങ്ങളുമായി CPU കണക്ട് ചെയ്യുന്നതിന് ഈ പോർട്ട്സ് ഉപയോഗിക്കുന്നു. അതിനായി കേബിൾസ് ഉപയോഗിക്കുന്നു.
CPUവിന് ഉള്ളിൽ ധാരാളം ഘടകങ്ങൾ ഉണ്ട്. കമ്പ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് മൂലം ചൂടാകുന്നു. പുറകിലുള്ള ഫാനുകൾ പ്രവർത്തിച്ച് ഇവയെ തണുപ്പിക്കുന്നു. അല്ലെങ്കിൽ ഓവർഹീറ്റിംഗ് CPUവിനെ കേടുവരുത്തുകയും ഡാറ്റ നഷ്ടപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ഇത് കേസ് കൂളിംഗ് ഫാൻ ആണ്. ഇത് CPUവിന്റെ ഊഷ്മാവ് സാധാരണ നിലയിലാക്കുകയും ഓവർഹീറ്റിംഗ് തടയുകയും ചെയ്യുന്നു. പവർ സപ്ലൈ യൂണിറ്റ് PSU കമ്പ്യൂട്ടറിന് വേണ്ട പവർ നൽകുന്നു. വിവിധ ഘടകങ്ങൾ CPUവുമായി ബന്ധിപ്പിക്കുന്നതെങ്ങനെയെന്ന് പഠിക്കാം. ഇവിടെ കാണുന്നത് പോലെ എല്ലാ componentsഉം ടേബിളിൽ വയ്ക്കുക. എല്ലാ cablesഉം ടേബിളിൽ വയ്ക്കുക. ആദ്യമായി മോണിറ്റർ CPUവുമായി കണക്റ്റ് ചെയ്യാം. ഇവിടെ കാണുന്നത് പോലെ പവർ കേബിൾ മോണിറ്ററുമായി ഘടിപ്പിക്കുക. മറ്റേ അറ്റം പവർ സപ്ലൈ സോക്കറ്റുമായി ഘടിപ്പിക്കുക. ഇതാണ് CPUവിന്റെ പവർ കേബിൾ. ഇതുപോലെ CPUവുമായി കണക്റ്റ് ചെയ്യുക. എന്നിട്ട് പവർ സപ്ലൈ സോക്കറ്റുമായി ബന്ധിപ്പിക്കുക. അടുത്തതായി കീബോർഡ് കേബിൾ CPUവുമായി ബന്ധിപ്പിക്കുക. കീബോർഡിന്റെ പോർട്ട് സാധാരണയായി പർപ്പിൾ നിറത്തിൽ ആയിരിക്കും. പച്ച നിറത്തിൽ കാണുന്ന പോർട്ടുമായി മൌസ് കണക്റ്റ് ചെയ്യുക. മറ്റൊരു രീതിയിൽ USB കീബോർഡും മൌസും USB portsമായും ബന്ധിപ്പിക്കാം. ബാക്കിയുള്ള USB portsൽ പെൻഡ്രൈവ്, ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ കണക്റ്റ് ചെയ്യാം. ഇതാണ് LAN കേബിൾ. ഇതാണ് LAN പോർട്ട്. കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്ന വയർഡ് കണക്ഷൻ ആണിത്. LAN കേബിളിന്റെ മറ്റേ അറ്റം മോഡം അല്ലെങ്കിൽ Wi-Fi റൗട്ടറുമായി ബന്ധിപ്പിക്കണം. Wi-Fi കണക്ഷൻസ് കോൺഫിഗർ ചെയ്യുന്നതെങ്ങനെയെന്ന് മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കാം. LAN പോർട്ട് പ്രവർത്തനസജ്ജമാണെങ്കിൽ LED ലൈറ്റ് മിന്നുന്നു. CPUവിൽ മറ്റ് സീരിയൽ portsഉം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. PDA, മോഡം തുടങ്ങിയ സീരിയൽ ഡിവൈസസ് കണക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. CPUവിൽ ചില പാരലൽ portsഉം ഉണ്ടെന്ന് കാണാം. പ്രിന്റർ, സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളും കണക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഓഡിയോ ജാക്ക് ശ്രദ്ധിക്കുക. പിങ്ക് നിറത്തിലെ പോർട്ട് മൈക്രോഫോൺ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. നീല നിറത്തിലെ പോർട്ട് റേഡിയോ, ടേപ്പ് പ്ലേയർ തുടങ്ങിയവയിൽ നിന്നുള്ള ലൈനിൻ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പച്ച നിറത്തിലെ പോർട്ട് ഹെഡ്ഫോൺ, സ്പീക്കർ അല്ലെങ്കിൽ ലൈൻ ഔട്ട് കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാ ഉപകരണങ്ങളും കണക്റ്റ് ചെയ്തു. ഇനി കമ്പ്യൂട്ടർ ഓൺ ചെയ്യാം. ആദ്യമായി മോണിറ്ററിലെയും CPUവിലെയും പവർ സപ്ലൈ ബട്ടണുകൾ സ്വിച്ച് ഓൺ ചെയ്യുക. ഇപ്പോൾ മോണിറ്ററിൽ പവർ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് CPUവിലെ പവർ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുക. സാധാരണയായി കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ കറുത്ത സ്ക്രീനിൽ വാക്കുകളുടെ ഒരു നിര കാണാം. കമ്പ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ബയോസ് സിസ്റ്റം ആണിത്. കമ്പ്യൂട്ടർ മെമ്മറി, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ്, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്സ് തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ CPUവിന് ആദ്യത്തെ നിർദ്ദേശങ്ങൾ നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ബയോസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ബൂട്ടിംഗ് എന്ന് പറയുന്നു. ആവശ്യമായ എല്ലാ പരിശോധനകൾക്കും ശേഷം നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർഫേസ് കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം. നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം. ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് നോക്കാം. കൊണ്ടു നടക്കാവുന്ന ചെറിയ കമ്പ്യൂട്ടർ ആണ് ലാപ്ടോപ്പ്. ഒരാൾക്ക് മടിയിൽ വെച്ച് ഉപയോഗിക്കാൻ പാകത്തിൽ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് ലാപ്ടോപ്പ്. അതിനാലാണ് ഇതിനെ ലാപ്ടോപ്പ് എന്ന് വിളിക്കുന്നത്. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിന്റെ അതേ ഘടകങ്ങൾ ഇതിനുമുണ്ട്. ഡിസ്പ്ലേ, കീബോർഡ്, പോയിന്റ് ചെയ്യുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനും ഉള്ള ടച്ച് പാഡ്, CD, DVD, റീഡർ, റൈറ്റർ, ഒരൊറ്റ യൂണിറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മൈക്കും സ്പീക്കേഴ്സും. ഇതിനൊരു LAN പോർട്ടും USB portsഉം ഉണ്ട്. ലാപ്ടോപ്പിനെ പ്രൊജക്ടറുമായി ഘടിപ്പിക്കുന്ന ഒരു വീഡിയോ പോർട്ടും ഉണ്ട്.
മൈക്കിന്റെയും ഹെഡ്ഫോൺസിന്റെയും ഓഡിയോ ജാക്സ് അവയുടെ ഐക്കൺസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഇതാണ് ലാപ്ടോപ്പിലെ ഇൻബിൽറ്റ് ആയ കൂളിംഗ് ഫാൻ. ഇത് ലാപ്ടോപ്പിനെ ഓവർഹീറ്റിംഗിൽ നിന്ന് സംരക്ഷിക്കുന്നു. ലാപ്ടോപ്പിന് പവർ കൊടുക്കുന്നത് ഒരു എസി അഡാപ്റ്ററും റീചാർജബിൾ ബാറ്ററിയും ഉപയോഗിച്ചാണ്. അതിനാൽ ഇതിനെ പവർ സോഴ്സിൽ നിന്നും മാറ്റിക്കൊണ്ട് നടക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു ഡെസ്ക്ടോപ്പിന്റെയും ലാപ്ടോപ്പിന്റെയും വിവിധ ഭാഗങ്ങൾ, ഒരു ഡെസ്ക്ടോപ്പിലെ വിവിധ ഘടകങ്ങൾ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി മെഹർദ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.